ക്രിയേറ്റേഴ്സ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രൈഡൽ ഡ്രസ് പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ക്രിയേറ്റേഴ്സ് പോയിന്റ് ബ്രൈഡൽ ഡ്രസ് പാർട്ട് 1 എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യോക്കിൻ്റെ പോർഷൻ വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ സ്ലീവ് ഒന്ന് ലൈനിങ് ആയിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ സാറ്റിൻ ക്ലോത്തും നെറ്റും തമ്മിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കോട്ടൺ ലൈനിങ് പീസ് ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശത്തായിട്ട് അടിവശത്തായിട്ടും നല്ല വശത്തായിട്ടും വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളോട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു പ്രസ്സിങ് തയ്യൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കോട്ടൺ പീസും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലീവായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. യോക്കും സ്ലീവും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സാറ്റിൻ ക്ലോത്തിനെ നമുക്കൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയറിലേക്കുള്ള ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫോൾഡിങ് ഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു പീസിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫോൾഡിങ് ഭാഗത്തു നിന്നായിട്ട് ഒരു 3.5 ഇഞ്ച് ടാപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ പീസിൻ്റെ അടിവശത്തു നിന്നായിട്ടൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിന് അടിവശത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ നെറ്റിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നെറ്റിൽ നിന്ന് കൂടെ ഒരു പീസ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പീസിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പല സൈസിലും പല കളേഴ്സിലും വരുന്ന ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു 4-5 പാക്കറ്റ് ബുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് നമ്മൾ ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതാ നമ്മളെ ഗ്ലൂ താഴേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബുട്ടയും അതേപോലെ തന്നെ സ്റ്റോൺ ചെയിനും ഒക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബുട്ടയാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റോൺ ചെയിനിൻ്റെ ഓരോരോ ചെറിയ പീസായിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സാറ്റിൻ ക്ലോത്തിന് മുകളിലായിട്ട് നെറ്റ് വെച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് ബീഡ്സ് വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ സൈസിലായിട്ട് പല കളേഴ്സിൽ വരുന്ന ബീഡ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബീഡ്സിന് പല സൈസിലുള്ള ബീഡ്സിന് പല സൈസിലുള്ള ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ച് ഹോൾഡേഴ്സ് മാറ്റിയിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഒരേ സൈസിൽ വരുന്ന ബീഡ്സ് എടുത്തിട്ടുള്ളത് അതിനാണ്. ഇനി നമ്മൾ കുറച്ച് വലിയ ബീഡ്സ് ചെയ്യുന്ന സമയത്ത് ഹോൾഡർ മാറ്റിയിടണം. അപ്പോൾ ഇതാ ഓരോരോ ബീഡ്സായിട്ട് ഞാനിവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിന് മുകളിലായിട്ട് നെറ്റൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ കാണുന്ന ബാക്കി വരുന്ന ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ സ്റ്റോൺ ലേസ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ നെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേപോലെ യോക്കിൻ്റെ പോർഷനിലും അതേപോലെ സ്ലീവിലും എല്ലാം ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് യോക്കിൻ്റെ പോർഷനിൽ ആ ഒരു ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ സ്ലീവ് ഒന്ന് റിഗാളിന് മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്ലീവ് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു സ്ലീവ് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ മറ്റേ സ്ലീവ് കൂടെ ചെയ്തതിന് ശേഷം യോക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ചെസ്റ്റ് വരുന്നത് 20 ഇഞ്ചസ് ആണ്, വേസ്റ്റ് വരുന്നത് 19 ഇഞ്ചസ് ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ അടിവശം കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 5 ഇഞ്ചസ് ആണ് നമ്മൾ സ്ലീവിൻ്റെ അടിവശത്തായിട്ട് വരുന്നത്. എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തു കൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല വശത്തേക്കൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ യോക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നെറ്റിൻ്റെ പീസ് സാറ്റിൻ ക്ലോത്തായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ നെറ്റിൻ്റെ പീസിന് സാറ്റിൻ ക്ലോത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സാറ്റിൻ ക്ലോത്തിൻ്റെ അടിവശം രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഫ്ലയറിലേക്ക് വരുന്ന ലൈനിങ് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലൈനിങ് ക്ലോത്തിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ക്രോസ് ആയിട്ട് ഇതേപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തു നിന്നായിട്ട് നമ്മളെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 19 ഇഞ്ചസ് ആണ് നമ്മളെ വേസ്റ്റിൻ്റെ അളവായിട്ട് വരുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്ത് കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം സെമി അംബർല ഷേപ്പിലാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ രണ്ട് സൈഡിലായിട്ട് സാറ്റിൻ ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതാ നമ്മൾ ഫ്ലയറിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ പിൻ ചെയ്തെടുക്കുന്നത്. പിൻ ചെയ്ത ആ ഒരു ഭാഗത്തു കൂടെ കറക്റ്റായിട്ട് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുന്ന ഫ്ലയറിൻ്റെ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ രണ്ട് ഫ്ലയറിൻ്റെ പീസും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം വേസ്റ്റിൻ്റെ അളവായിട്ടുള്ള ആ ഒരു 19 ഇഞ്ചസ് അവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലയർ കറക്റ്റായിട്ടൊന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ലൈനിങ് പീസും മെയിൻ പീസുമായിട്ടൊന്ന് ഫ്ലയറിലേക്ക് വരുന്ന മെയിൻ പീസും ലൈനിങ് പീസുമായിട്ട് ഇതേപോലെ ഉള്ളിലൂടെ വെച്ചിട്ടൊന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ റൗണ്ടിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലയറിൻ്റെ അടിവശം കൂടി ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലയർ കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് യോക്കിൻ്റെ പോർഷനും അതേപോലെ ഫ്ലയറും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം യോക്കിൻ്റെ പോർഷനിലെ നല്ല വശവും ഫ്ലയറിലേക്ക് വരുന്ന നല്ല വശവും ഇതേപോലെ ഒന്ന് ചേർത്തിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബ്രൈഡൽ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബ്രൈഡൽ ഡ്രസ് പാർട്ട് 2 വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ ബ്രൈഡൽ ഡ്രസ് പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ.